അന്താരാഷ്ട്ര വനിതാ ദിനത്തിൽ UDFന്റെ പ്രകടന പത്രികയിൽ കണ്ട സ്ത്രീകൾക്ക് KSRTC ബസ്സിൽ സൗജന്യ യാത്ര എന്നുള്ളത് ഏറ്റവും സന്തോഷകരമായ ഒരു കാര്യമാണ്. ആസ് എ കോളേജ് സ്റ്റുഡന്റ് എന്ന രീതിയിൽ ഇപ്പോൾ നമ്മുടെ കോളേജിൽ നിന്നാണെങ്കിലും കുറെ കുട്ടികൾ ദൂരെ നിന്ന് വരുന്നുണ്ട്. ഇത്രയും പൈസ എമൗണ്ട് എല്ലാം കൊടുത്തിട്ടാണ് വരുന്നത്. അപ്പോൾ ഫിനാൻഷ്യലി വളരെയധികം ബാക്ക്വേർഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഭയങ്കരധികം ബുദ്ധിമുട്ടായ ഒരു സാഹചര്യത്തിൽ ഫ്രീ ആയിട്ട് യാത്ര എന്ന് പറഞ്ഞത് വളരെ ഒരു ഗുണകരമായ ഒരു കാര്യം തന്നെയാണ്. രാഹുൽ ഗാന്ധിയുടെ പ്രകടന പത്രിക കേരള ജനങ്ങളെ വിഡ്ഢികളാക്കുന്ന ഒരു സംവിധാനമാണ്. പിന്നെ KSRTCയിൽ സൗജന്യ യാത്ര, അതുപോലെ 25 ലക്ഷം ഇൻഷൂർ, ഇങ്ങനെയുള്ള സംവിധാനങ്ങളാണ് കേരള ജനതയ്ക്ക് കൊടുത്ത വിഡ്ഢികളായ ജനങ്ങളായിട്ട് കാണുന്നതുകൊണ്ടാണ്. ഇപ്പോൾ എവിടെയും പോകണമെന്നുണ്ടെങ്കിൽ ഒരു വരുമാനം ഇല്ലാത്ത വീട്ടമ്മമാർ ഇഷ്ടംപോലെ ഇപ്പോഴും വീടുകളിൽ ഉണ്ടാവും. അപ്പോൾ KSRTCയിലൊക്കെ പോകുന്നവർക്ക് വണ്ടിക്കൂലി കരുതണ്ട എന്നുള്ളൊരു ഇത് കാണുന്നുണ്ട് ഇതിൽ. രാഹുൽ ഗാന്ധിയുടെ പ്രഖ്യാപനങ്ങൾ കേട്ടിട്ട് നമുക്കൊക്കെ ചിരിയാണ് കഴിഞ്ഞത്. കാരണം ഒന്ന്, സൗജന്യ യാത്ര എന്നൊക്കെ പറയുന്നുണ്ട്. കേരളത്തിലെ നിലവിൽ KSRTCയിലേക്ക് അവസ്ഥ നമുക്ക് എന്താണെന്നുള്ളത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഇതുവരെയുള്ള കുറേ സൗജന്യങ്ങളും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ സംഭവിക്കാൻ പോകുന്നത് കേരളത്തിലെ സാമ്പത്തിക അവസ്ഥയെ ഒന്നുകൂടി തകർച്ചയിലേക്ക് കൊണ്ടുപോവുക എന്നുള്ളത് മാത്രമാണ്. സ്ത്രീകളുടെ യാത്രാ സൗകര്യം വർദ്ധിപ്പിക്കാനുള്ള നല്ലൊരു മുന്നേറ്റമാണ് ഇത് വരുന്നത്. സ്ത്രീകളുടെ യാത്രാ സൗകര്യം വർദ്ധിക്കും, അതുപോലെ കുടുംബങ്ങളുടെ ചെലവ് കുറയുകയും ചെയ്യും. സ്ത്രീകൾക്ക് അവരെ പരിഗണിക്കുന്നുണ്ടെന്നൊരു തോന്നൽ വരുമ്പോൾ തന്നെ അവരെല്ലാ മേഖലകളിലേക്കും മുൻപോട്ട് വരാവുന്ന നല്ലൊരു പദ്ധതിയാണ് ഈ UDFന്റെ പ്രകടന പത്രികയിലുള്ളത്. 100% വിജയം തന്നെയാണ്. കേരള യാത്ര എന്ന് പറയുമ്പോൾ കേരളത്തിലെ ജനങ്ങളെ പഠിക്കാനും അവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കാനും ഇലക്ഷന് മുമ്പ് ഇങ്ങനെ ഒരു യാത്ര ഏറ്റവും നല്ലതാണ്. തീർച്ചയായും ഉണ്ട്. സ്ത്രീകളെ പരിഗണിക്കുന്നിടത്താണല്ലോ സ്ത്രീകൾ എപ്പോഴും ഉണ്ടാവുക. അത് വിദ്യാർത്ഥി ആ ഒരു ഇതും വരുന്നത് എന്തായാലും കുടുംബങ്ങളുടെ ചെലവ് കുറക്കാനാണ്. അവർക്ക് അച്ഛനമ്മമാരോട് ചോദിക്കേണ്ട അവരുടെ ചെറിയ ചെറിയ ആവശ്യങ്ങൾക്ക് ഈ ഒരു തുക അവർക്ക് ഉപയോഗിക്കാൻ പറ്റും. സ്ത്രീകളുടെ യാത്രാ പ്രശ്നത്തിന് ഒരു പരിധി വരെ ഇത് ഉപകാരമാകും. സൗജന്യ യാത്ര എന്ന് പറയുമ്പോൾ തന്നെ സ്ത്രീകളുടെ യാത്ര ചെയ്യുന്നത് കൂടും. അവര് ജോലിക്കൊന്നും പോകാത്ത സ്ത്രീകൾക്ക് ആയിരിക്കും ഇത് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുക. വീട്ടമ്മമാർക്കൊക്കെ അവരെ പരിഗണിക്കുന്നുണ്ടെന്ന് തോന്നൽ അവർക്ക് വന്നിട്ടുണ്ട്. ഈ ഒരു പ്രഖ്യാപനം വന്നതോടെ തന്നെ ഒരുപാട് ആളുകൾ ഇതിനെപ്പറ്റി നല്ല പോസിറ്റീവായിട്ടാണ് ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നത്. തീർച്ചയായും സ്ത്രീകളെ ചേർത്ത് നിർത്തുന്നത് കൊണ്ടാണല്ലോ ഇങ്ങനെ ഒരു പ്രഖ്യാപനം വന്നിട്ടുള്ളത്. സ്ത്രീകളിൽ നിന്ന് തന്നെ അതിനുള്ള അഭിപ്രായങ്ങൾ വന്നിട്ടുണ്ട്. കേരളത്തിലൂടെ ഈ കേരള യാത്ര നടത്തുന്നതിലൂടെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും അത് എന്താന്ന് നേരിൽ കണ്ടറിയാനും VD സതീശന് കഴിയും. ആ ഒരു റിസൾട്ട് എന്തായാലും ഇലക്ഷനിൽ കാണുകയും ചെയ്യും. 5 വാഗ്ദാനങ്ങൾ കണ്ടപ്പോൾ വളരെ സന്തോഷം തോന്നി. ഇന്നത്തെ ദിവസം പത്രങ്ങൾ വായിക്കുമ്പോൾ വളരെയധികം സന്തോഷം തോന്നി. കാരണം സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഒരു യാത്ര സൗജന്യമാക്കുക എന്ന് പറഞ്ഞാൽ തന്നെ വലിയൊരു സംഭവമാണ്. എവിടെയെങ്കിലും പോകാനോ പല കാര്യങ്ങൾക്കും അവരുടെ ഇതായ വളർച്ചയ്ക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടും. അതുപോലെ തന്നെ പെൺകുട്ടികൾക്ക് 1000 രൂപ വിദ്യാർത്ഥിനികൾക്ക് കൊടുക്കുന്നത് അതും വളരെ വലിയൊരു സഹായമായിരിക്കും. അതുപോലെ അതോടൊപ്പം തന്നെ മറ്റ് അനുബന്ധമായി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളും 25 ലക്ഷം രൂപ ഇൻഷുറൻസ് പദ്ധതി ഏർപ്പെടുത്തിയിരിക്കുന്നത് അത് ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ വളരെ അത്യാവശ്യമാണ്. നമുക്ക് തന്നെ അറിയാം, ഞങ്ങളുടെ തന്നെ ഡിവിഷനിൽ എത്രയോ പേര് കിടപ്പ് രോഗികളായിട്ടും മാരരോഗങ്ങളിൽപ്പെട്ട് കിടക്കുന്നവരും ചികിത്സയില്ലാതെ ബുദ്ധിമുട്ടുന്ന അവസ്ഥകൾ നേരിട്ട് അറിയുന്ന ആളാണ്. അതേ നിലയ്ക്ക് തീർച്ചയായിട്ടും അത് വലിയൊരു സഹായമാണ്. അതോടൊപ്പം മുതിർന്ന പൗരന്മാരെ ചേർത്ത് നിർത്തുന്നത് ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ ഏറ്റവും വലിയ ആവശ്യം. കാരണം ഇപ്പം സീനിയർ സിറ്റിസൺ ആണ് കൂടുതലുള്ളത്. യുവജനങ്ങളെല്ലാം പുറത്തേക്ക് പോകുന്നു. എന്നാലും ഈ അവശേഷിക്കുന്ന ഈ മുതിർന്ന പൗരന്മാരെ ചേർത്ത് നിർത്തിക്കൊണ്ട് ഒരു വകുപ്പ് തന്നെ ആരംഭിക്കുന്നത് ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ ഏറ്റവും വലിയൊരു ആവശ്യമാണ്. അത് കണ്ടറിഞ്ഞ് പ്രവർത്തിക്കുന്നതിൽ വളരെ സന്തോഷം. അതോടൊപ്പം തന്നെ യുവജനങ്ങൾക്ക് 5 ലക്ഷം രൂപ സ്റ്റാർട്ടപ്പ് തുടങ്ങാൻ പലിശരഹിത വായ്പ കൊടുക്കുന്നതും നമ്മുടെ മക്കളെ ഇവിടെ നാട്ടിൽ തന്നെ ചേർത്ത് നിർത്തുന്നതിനും അവർക്ക് മുന്നോട്ട് പുതിയ പദ്ധതികളിലായിട്ട് വരുന്നതിനുള്ള വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ നമ്മുടെ ഈ നാട്ടിൽ തന്നെ അവരുടെ ബ്രെയിനും അവരുടെ ചിന്തകളും അവരുടെ കഴിവും ഒക്കെ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്ന അവസ്ഥയാണ്. ഇപ്പോൾ നമ്മുടെ എല്ലാ മക്കളും പുറത്തേക്ക് പോകുന്ന ഈ കാലഘട്ടത്തിൽ നമ്മുടെ ഇവിടെ വരേണ്ട ആ ബുദ്ധിയും ആ ശക്തിയും ആ കഴിവും എല്ലാം മാൻ പവർ മൊത്തം പുറത്തേക്ക് പോകുന്നു. അത് നമുക്ക് തിരിച്ചു കിട്ടുന്ന ഒരവസ്ഥയിലേക്ക് വരും. ഇതൊക്കെ നമ്മുടെ നാടിൻ്റെ വികസനത്തിന് വളരെ അത്യന്താപേക്ഷിതമായ കാര്യങ്ങളാണ്. സ്ത്രീ വോട്ടർമാരിൽ ഇപ്പം തന്നെ വളരെ തരംഗമായി കഴിഞ്ഞു. ആ വാർത്ത കേട്ടത് തന്നെ. കാരണം മറ്റു പല സംസ്ഥാനങ്ങളിലും നടപ്പിലാക്കി വിജയിച്ചൊരു കാര്യമാണ്. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കറിയാമല്ലോ, സ്ത്രീകൾ ഒന്ന് പുറത്തു പോകണമെങ്കിൽ ഇപ്പോഴും സ്വയം സമ്പാദ്യമായി ഏൺ ചെയ്യാൻ പറ്റാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം മറ്റൊരാളെ ആശ്രയിച്ച് പോകേണ്ട അവസ്ഥകളിൽ നിന്നൊക്കെ മോചനം ലഭിക്കുകയാണ്.
ഒരു അസുഖം വന്നാലും എന്ത് കാര്യങ്ങൾക്കായാലും പുറത്തേക്ക് പോകണമെങ്കിൽ നമ്മൾ വയനാടിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കൂടുതൽ KSRTC ആശ്രയിക്കുന്ന ഒരു ജില്ല കൂടിയാണ്. തീർച്ചയായും വളരെ വലിയൊരു എന്താ പറയുക പദ്ധതിയാണത്. അന്താരാഷ്ട്ര വനിതാ ദിനത്തിൽ UDFന്റെ പ്രകടന പത്രികയിൽ കണ്ട സ്ത്രീകൾക്ക് KSRTC ബസ്സിൽ സൗജന്യ യാത്ര എന്നുള്ളത് ഏറ്റവും സന്തോഷകരമായ ഒരു കാര്യമാണ്. ഏതാണ്ട് 40% വരുന്ന സ്ത്രീകളും കുട്ടികളും അടങ്ങിയ യാത്രക്കാർക്ക് ഏറ്റവും ഗുണകരമായ ഒരു പ്രഖ്യാപനമാണ് നടത്തിയിട്ടുള്ളത്. അത് ഏറെ സന്തോഷം നൽകുന്നൊരു കാര്യമാണ്. മറ്റ് സംസ്ഥാനങ്ങളായ തെലങ്കാനയിലും കർണാടകയിലും ഒക്കെ ഈ പദ്ധതികൾ നടപ്പിലാക്കിയത് ഞങ്ങൾ പത്രങ്ങളിലൂടെയൊക്കെ വായിച്ചറിഞ്ഞവർ എന്ന നിലയിൽ കേരളത്തിലും ഇത് നടപ്പിലാക്കുന്നത് എന്തുകൊണ്ട് ഗുണകരമായിരിക്കും എന്ന അഭിപ്രായമാണുള്ളത്. സ്ത്രീ വോട്ടർമാരെ പിന്തുണയ്ക്കുന്നതിന് കാരണം മറ്റൊന്നുമല്ല, അവർക്ക് KSRTC ബസ്സിൽ സൗജന്യ യാത്ര പ്രഖ്യാപിക്കുന്നത് മാത്രമല്ല, ഇതിലെ 5 ഗ്യാരണ്ടി UDFന്റെ പ്രകടന പത്രികയിൽ കണ്ടു. അതിൽ കോളേജ് വിദ്യാർത്ഥിനികൾക്കുള്ള 1000 രൂപ മുതൽ 25 ലക്ഷം രൂപ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി അതും പ്രഖ്യാപിച്ചിട്ടുണ്ടല്ലോ. അതും കുടുംബിനികൾക്കാണ് ഏറ്റവും സന്തോഷമുണ്ടാക്കുക. അതോടൊപ്പം യുവ സംരംഭകർക്കുള്ള 5 ലക്ഷം രൂപയുടെ പലിശരഹിത വായ്പ അതും നമ്മുടെ മക്കളൊക്കെ നമ്മുടെ നാടുകളിൽ തന്നെ ഉണ്ടായി. ആ നേട്ടം നമ്മുടെ നാടിനാണ് ഗുണപ്പെടുക. ഒപ്പം നമ്മുടെയൊക്കെ മക്കൾ വിദേശത്ത് പോയി കഷ്ടപ്പെടാനോ അല്ലെങ്കിൽ അവിടെ താമസം ഉറപ്പിക്കാനോ ഇടവരാത്ത രീതിയിൽ യുവ സംരംഭകരായ ആളുകളെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു പദ്ധതി കൂടി ആയതുകൊണ്ട് ഒരുപാട് അതിൽ സ്ത്രീ വോട്ടർമാർക്ക് സന്തോഷം നൽകുന്ന കാര്യമാണ്. അതിപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും ഗേൾസിന് ഫിനാൻഷ്യൽ സപ്പോർട്ട് ഗവൺമെൻറ് ഭാഗത്ത് ഉണ്ടാവുക എന്ന് പറയുന്നത് ഭയങ്കര നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നി. പഠിക്കുന്ന കുട്ടികളാണെങ്കിലും കുറേ ആവശ്യങ്ങളുണ്ടാവും. അപ്പം അങ്ങനെ ഒരു സപ്പോർട്ട് കൊടുക്കുക എന്ന് പറയുന്നത് വളരെ നല്ലൊരു ആശയമായിട്ടാണ് എനിക്ക് തോന്നിയത്. അതിന് 2 പെർസ്പെക്റ്റീവ് ഉണ്ട്. ഇപ്പോൾ കുറച്ചും കൂടി ഏർണിംഗ് ആയിട്ടുള്ള ഗേൾസിന് അതിൻ്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നില്ല. ഇപ്പം സെൽഫ് ഏർണിങ്ങും ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള കുറേ ഗേൾസ് എല്ലാവരും പൊതുവെ ഇപ്പം അങ്ങനെയാണ് കാണുന്നത്. അവർക്കതിൻ്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നിയില്ല. പിന്നെ ഒരു വിഭാഗം ആൾക്കാരുണ്ട്, ഇപ്പം കുറച്ച് പഴയ ആൾക്കാർ, ഇപ്പോൾ സെൽഫ് ഏർണിംഗ് അല്ലാത്ത അമ്മമാരായാലും വീട്ടിലിരിക്കുന്ന കുറച്ച് പ്രായമായിട്ടുള്ള അമ്മമാരായാലും അവർക്ക് എവിടെയെങ്കിലും പോകണമെങ്കിൽ അവർക്ക് അവരുടെ ഹസ്ബൻഡിനെ മക്കളെ ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അങ്ങനെയുള്ളവർക്ക് ഇതൊരു സപ്പോർട്ടായിരിക്കും. പക്ഷേ ഇപ്പോൾ ഉള്ള ജനറേഷൻ അതിൻ്റെ ആവശ്യമെന്ന് തോന്നിയില്ല. ഇപ്പോൾ ഉള്ള ജനറേഷൻ ഈക്വലി ഗേൾസും ബോയ്സും ഒക്കെ ഈക്വലി ഏൺ ചെയ്യുന്നവരും ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ആൾക്കാരാണ്. പക്ഷേ വേറൊരു വിഭാഗത്തിന് വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു കാര്യമായിട്ടാണ്. ദിവസം തന്നെ ഇത് അറിഞ്ഞതിൽ ഭയങ്കര സന്തോഷമുണ്ട്. കാരണം പ്രതിമാസം 1000 രൂപ വെച്ച് കോളേജ് സ്റ്റുഡൻസിന് കൊടുക്കുന്നത് വളരെയധികം ഗുണപ്രദമാണ്. കാരണം നമ്മുടെയൊക്കെ ഫാമിലിയിലാണെങ്കിൽ തന്നെ ഒരു ഫിനാൻഷ്യലി നമുക്ക് തന്നെ സ്വയം ഒരു സ്റ്റേബിൾ ആവാൻ വേണ്ടിയിട്ട് ഭയങ്കര ഹെൽപ്പ് ചെയ്യും. പിന്നെ ഫാമിലിയോട് ചോദിക്കേണ്ട കാര്യമില്ല. പിന്നെ അതുപോലെ തന്നെ സൗജന്യമായിട്ട് യാത്ര ചെയ്യുന്നത് സ്ത്രീകൾക്കും കുട്ടികൾക്കും ഏറെ പ്രയോജനകരമായിരിക്കും. ഇപ്പം നമുക്കിപ്പോൾ കുറേ ആവശ്യങ്ങളുണ്ട് ഈ ഒരു ജനറേഷൻ എന്ന് പറയുമ്പോൾ. സെൽഫായിട്ട് എന്താ പറയുക, ആരും ഡിപ്പെൻഡ് ചെയ്യാണ്ട് നമുക്ക് തന്നെ ഒരു സ്റ്റെബിലിറ്റി ഉണ്ടാക്കാൻ പറ്റും. ആസ് എ കോളേജ് സ്റ്റുഡൻറ് എന്ന രീതിയിൽ ഇപ്പോൾ നമ്മുടെ കോളേജിൽ നിന്നാണെങ്കിലും കുറേ കുട്ടികൾ ദൂരെ നിന്ന് വരുന്നുണ്ട്. ഇത്രയും പൈസ എമൗണ്ട് എല്ലാം കൊടുത്തിട്ടാണ് വരുന്നത്. അപ്പോൾ ഫിനാൻഷ്യലി വളരെയധികം ബാക്ക്വേർഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഭയങ്കരധികം ബുദ്ധിമുട്ടായ ഒരു സാഹചര്യത്തിൽ ഫ്രീ ആയിട്ട് യാത്ര എന്ന് പറഞ്ഞത് വളരെ ഒരു ഗുണകരമായ ഒരു കാര്യം തന്നെയാണ്. ഈ ഒരു ജനറേഷനിലാണെങ്കിൽ തന്നെ ഇപ്പോൾ കുറേ സ്ത്രീകളും കുട്ടികളും മുമ്പോട്ടേക്ക് വരുന്നില്ല. സൊസൈറ്റിന്റെ മുമ്പിലേക്ക് വരാൻ അവർ എന്താ പറയാ തയ്യാറാവുന്നില്ല. അപ്പൊ ഇതുപോലത്തുള്ള കാര്യങ്ങളും പ്രകടന പത്രികയെല്ലാം വരുമ്പോൾ അവർ കുറച്ചും കൂടി ഇൻട്രസ്റ്റഡ് ആയിട്ട് സൊസൈറ്റിയിലേക്ക് കൂടുതൽ ഇൻവോൾവ് ആയിട്ട് വരാനുള്ള തീർച്ചയായിട്ടും ഹെൽപ്പ് ചെയ്യും. രാഹുൽ ഗാന്ധിയുടെ പ്രഖ്യാപനങ്ങൾ കേട്ടിട്ട് നമുക്കൊക്കെ ചിരിയാണ് വരുന്നത്. കാരണം ഒന്ന് സൗജന്യ യാത്ര എന്നൊക്കെ പറയുന്നുണ്ട്. കേരളത്തിലെ നിലവിൽ KSRTCയുടെയൊക്കെ അവസ്ഥ നമുക്ക് എന്താണെന്നുള്ളത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഇതുവരെയുള്ള കുറേ സൗജന്യങ്ങളും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ സംഭവിക്കാൻ പോകുന്നത് കേരളത്തിലെ സാമ്പത്തിക അവസ്ഥയെ ഒന്നുകൂടി തകർച്ചയിലേക്ക് കൊണ്ടുപോവുക എന്നുള്ളത് മാത്രമാണ്. ഇതൊക്കെ ഇലക്ഷൻ ഗിമ്മിക്കുകളായിട്ട് മാത്രമേ നമുക്കിത് കാണാൻ കഴിയുള്ളൂ. അപ്പോൾ ഓളം ഉണ്ടാക്കുക ചിലപ്പോൾ നമ്മൾ കടലിൻ്റെ കരയിൽ പോയി നിന്ന് നോക്കിയാൽ അതിൻ്റെ എത്രത്തോളം ഓളം ഉണ്ടാകും കാണാൻ പറ്റുള്ളൂ. കാരണം ഇതിനെ ഓളം ഉണ്ടാക്കുന്നത് പറഞ്ഞാൽ ഭയങ്കര കോമഡിയാണ്. ഇതൊക്കെ ഇലക്ഷൻ സ്റ്റണ്ടായിട്ട് മാത്രമേ നമുക്കിത് കാണാൻ കഴിയുള്ളൂ. കാരണം ഇതൊക്കെ ആദ്യമേ പ്രഖ്യാപിച്ച് കൊണ്ടുപോകേണ്ട കാര്യങ്ങളാണ്. ഇത്രയും കാര്യം ഇവരൊക്കെ എവിടെയായിരുന്നു? ഈ ഇലക്ഷനോട് അനുബന്ധിച്ച് മാത്രമേ ഇവരിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുള്ളൂ. ഇതിനെയൊക്കെ നമ്മളത് കണ്ടത് തമാശ രൂപേണ കണ്ട് തള്ളേണ്ട അവസ്ഥയാണ് ഈ കോൺഗ്രസ്സുകാരുടെ ഈ പ്രഖ്യാപനങ്ങളൊക്കെ. അത്രേ ഉള്ളൂ. അതിൽ കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ നേതാവും MPയുമായ ഇയാൾ രാഹുൽ ഗാന്ധിയുടെ പ്രകടന പത്രിക കേരള ജനങ്ങളെ വിഡ്ഢികളാക്കുന്നൊരു സംവിധാനമാണ്. KSRTCയിൽ സൗജന്യ യാത്ര, അതുപോലെ 25 ലക്ഷം ഇൻഷൂർ, ഇങ്ങനെയുള്ള സംവിധാനങ്ങളാണ് കേരള ജനതയ്ക്ക് കൊടുത്ത വിഡ്ഢികളായ ജനങ്ങളായിട്ട് കാണുന്നതുകൊണ്ടാണ് ശ്രീ രാഹുൽ ഗാന്ധിയും ശ്രീ പ്രിയങ്ക ഗാന്ധിയുടെ നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസ്
പ്രസ്ഥാനത്തിൻ്റെ പൊള്ളയായ പ്രകടന പത്രികയാണ്. ഈ MP ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. രണ്ടാമത് നമ്മളെ ഈ രാത്രിയാത്രാ നിരോധനം ഇതുവരെ പരിഹരിക്കാത്തൊരു 2 MP-മാരാണ് ഈ കേരള ജനങ്ങളെ പറഞ്ഞു പറ്റിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് പൊള്ളയായ സത്യമാണ്. കോൺഗ്രസിന് വോട്ട് ചെയ്യാതെ വോട്ട് ചെയ്യുന്ന ആൾക്കാർ വിഡ്ഢികളായിരിക്കും എന്നാണ് എനിക്ക് പറയാം. കുട്ടികൾക്ക് മാത്രം സൗജന്യ യാത്ര അനുവദിക്കുന്നതുകൊണ്ട് എന്താ നമുക്ക് കാരണം എന്ന് വെച്ചാൽ ഈ കേരളത്തിൽ അല്ലെങ്കിൽ തന്നെ ഖജനാവ് കാലിയാണ്. ഈ കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന UDF മുന്നണി എവിടുന്ന് സാമ്പത്തിക സ്ഥിതി ഉണ്ടാക്കും എന്നുള്ള ജനങ്ങളെ അറിയിച്ചുകൊണ്ടായിരിക്കണം പ്രകടന പത്രിക അവതരിപ്പിക്കേണ്ടത്. സാമ്പത്തികമായിട്ട് കടത്തിൽ മുങ്ങിക്കിടക്കുന്ന ഒരു നാടാണ് കേരളം. എന്തുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു പ്രകടന പത്രിക ജനങ്ങളെ മുന്നിൽ വെച്ചതെന്ന് ജനങ്ങൾ മനസ്സിലാക്കട്ടെ. എന്നിട്ട് വോട്ട് ചെയ്യണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. നല്ല കാര്യം എന്ന് പറഞ്ഞാൽ നല്ല കാര്യം തന്നെയാണ്. ഇപ്പോൾ KSRTC-യിൽ പോകുന്ന കുട്ടികൾക്ക് സ്ത്രീകൾക്ക് എല്ലായിടത്തും കർണാടക ഭാഗത്തൊക്കെ ഫ്രീ ആയിട്ട് പോകുന്നുണ്ടല്ലോ. അപ്പോൾ ഇവിടെയും പോകുന്നതിനെ കൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷേ KSRTC-ക്ക് ഒരു തകർച്ചയും ഉണ്ടാവരുത്. എല്ലാവർക്കും ഒരു നല്ല കാര്യമാണെങ്കിൽ നല്ലതൊക്കെ തന്നെയാണ്. ഇപ്പോൾ എവിടെയും പോകണമെന്നുണ്ടെങ്കിൽ ഒരു വരുമാനം ഇല്ലാത്ത വീട്ടമ്മമാർ ഇഷ്ടംപോലെ ഇപ്പോഴും വീടുകളിൽ ഉണ്ടാവും. അപ്പോൾ KSRTC-യിലൊക്കെ പോകുന്നവർക്ക് വണ്ടിക്കൂലി കരുതണ്ട എന്നുള്ളൊരു ഇത് കാണുന്നുണ്ട് ഇതിൽ. ഇതെന്ന് പറഞ്ഞാൽ നല്ല കാര്യം തന്നെയാണല്ലോ. ഇപ്പോൾ വീട്ടിൽ നിന്ന് ഇപ്പോൾ നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റാത്ത വീടുകൾ ഇഷ്ടംപോലെ ഉണ്ടാവും. പല വിധത്തിലുള്ള കുട്ടികൾ പഠിക്കുന്ന കോളേജ് വരുമായിരിക്കുമല്ലോ. അപ്പോൾ അങ്ങനെ കൊടുക്കുന്നു, കുഴപ്പമൊന്നുമില്ല, നല്ല കാര്യം തന്നെയാണ്. കോളേജ് വിദ്യാർത്ഥിനികൾക്ക് 1000 രൂപ വീതം കൊടുക്കുന്നു എന്ന് പറയുന്ന പുതിയ ഒരാശയമാണ്, നല്ലൊരു ആശയമാണ്. കാരണം ഒരുപാട് വിദ്യാർത്ഥിനികൾ വളരെയധികം ബുദ്ധിമുട്ടുണ്ട്. കോളേജ് ആയാലും ഇപ്പോൾ പ്രൊജക്റ്റുകൾക്ക് ഒരുപാട് പ്രൊജക്റ്റുകളുണ്ട്, പഠിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിനൊക്കെ അത്യാവശ്യം നല്ല ചിലവുണ്ട്. അപ്പോൾ വിദ്യാർത്ഥിനികൾക്ക് നല്ല ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും കോളേജിൽ പഠിക്കുന്ന ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഇങ്ങനൊരു എയ്ഡ് ഗവൺമെൻറ് ഭാഗത്തു നിന്ന് കിട്ടുകയാണെങ്കിൽ അത് നല്ലൊരു ഉപകാരമായിരുന്നു. അതുപോലെ സ്ത്രീകൾക്ക് ഫ്രീ ആയിട്ട് സൗജന്യമായിട്ട് ബസ്സിൽ യാത്ര ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പം അതിനോട് എനിക്ക് എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത് അങ്ങനെ ഒരു സൗജന്യ യാത്ര സ്ത്രീകൾക്ക് അവൈലബിൾ ആക്കുന്നതിനോട് ഞങ്ങൾക്ക് യോജിപ്പില്ല. കാരണം ആരായാലും നമ്മൾ പൈസ കൊടുത്തിട്ട് വേണം യാത്ര ചെയ്യാൻ. അപ്പോൾ ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും അത് ചെയ്തേ പറ്റുള്ളൂ. അപ്പം അതിനോട് എനിക്ക് എൻ്റെ പെർസ്പെക്റ്റീവാണ്. പക്ഷേ ചിലപ്പോൾ അത് ഉപകാരപ്പെടുന്ന സ്ത്രീകളുണ്ടായിരിക്കും ഒബ്വിയസ്ലി. അപ്പോൾ അവർക്ക് അത് ഉപകാരപ്പെടും എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. തീർച്ചയായും ഇന്നത്തെ രാഹുൽ ഗാന്ധിയും VD സതീശനും നടത്തിയ പ്രഖ്യാപനമൊക്കെ നമ്മൾ മാധ്യമങ്ങളിലൂടെ കേട്ടറിഞ്ഞിട്ടുണ്ട്, കണ്ടറിഞ്ഞിട്ടുണ്ട്. ഇത് നിങ്ങൾ ചിന്തിക്കുക, ഈ വയനാടിൻ്റെ MP ആയിരുന്ന കാലത്ത് രാഹുൽ ഗാന്ധി വയനാടിന് വേണ്ടി എന്തൊക്കെ ചെയ്തിട്ടുണ്ട്, എന്തൊക്കെ വികസന കാര്യങ്ങൾ ഈ വയനാട്ടിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടെന്ന് സാധാരണക്കാരനായ എന്നെ പോലത്തെ ചെറുപ്പക്കാർക്കും സാധാരണക്കാരനായ എല്ലാവർക്കും അറിയാം. ഇവിടുത്തെ ഒരു വയനാട്ടിലെ മെയിൻ പ്രശ്നം ആരോഗ്യ മേഖല തകർന്നു കിടക്കുക, പാടെ തകർന്നു കിടക്കുക. മെഡിക്കൽ കോളേജ് ഇവിടെ ഒരു ബോർഡിൽ മാത്രം ഒതുങ്ങിക്കൊണ്ടിരിക്കുക. ഇവിടുത്തെ MP ആയ ഇപ്പോൾ നിലവിലെ MP ആയ പ്രിയങ്ക ഗാന്ധി, മന്ത്രിയായ ORKകളും ആരോഗ്യ മേഖല പോലും സംരക്ഷിക്കാത്തവരാണോ ഈ ഭാവിയിൽ KSRTC-യിൽ ഫ്രീ ആയിട്ട് സ്ത്രീകൾക്ക് വേണ്ടി ഒരു യാത്ര കൊണ്ടുപോകും, യാത്രാ സംവിധാനം ഒരുക്കുന്നൊക്കെ പറഞ്ഞാൽ കേൾക്കുന്നവർക്ക് കുറച്ച് എന്താ പറയുക ബുദ്ധിയുള്ളവർ ഇത് തട്ടിമാറ്റി കളയും. KSRTC ഇപ്പോഴത്തെ നിലവിലെ സ്ഥിതി, KV ഗണേഷ് കുമാർ വരുന്നതിന് മുമ്പ് എന്തായിരുന്നു സ്ഥിതി? കണ്ടക്ടറും ഡ്രൈവർക്കും ശമ്പളം കൊടുക്കാൻ തന്നെ ഇവിടുത്തെ അക്കൗണ്ടിൽ പണം കയറിയായിരുന്നു. KSRTC ശബരിമല തീർത്ഥാടകർ കൊള്ളടിക്കുന്ന KSRTC ഇപ്പോഴും ഇവിടെ ശബരിമല പോട്ടെ, ഇവിടെ തിരുനെല്ലി വാവോ നടക്കുമ്പോൾ കാട്ടിക്കൊടുത്ത യാത്രക്കാരെ ഭക്തന്മാരെ കൊണ്ടുവന്നത് KSRTC-യിലാണ്. എല്ലാം പിടിച്ചു പറിച്ചിട്ടും KSRTC നഷ്ടത്തിലല്ലാതെ ലാഭത്തിലാണെന്ന് ആരെങ്കിലും പറയുന്നുണ്ടോ? ഇലക്ഷൻ മുന്നിൽ കണ്ടുകൊണ്ടുള്ള സ്ഥിരം തട്ടിപ്പാണ് UDF-കാർ നടത്തുന്നത്. സ്ഥിരം വൻ പ്രഖ്യാപനം. 60 വർഷം ഭരിച്ച ടീമാണ്, ഇന്ത്യ ഭരിച്ച ടീമാണ് UDF-കാർ. എന്തെങ്കിലും വികസനം ഇവർ ഈ രാജ്യത്തിന് വേണ്ടിയിട്ട്, ഈ രാജ്യ നന്മക്കായിട്ട് എന്തെങ്കിലും വികസനം ഈ പറയുന്ന രാഹുൽ ഗാന്ധിയോ പ്രിയങ്ക ഗാന്ധിയോ, ഇവരൊക്കെ തലമുറ മുന്നിലുണ്ടായിരുന്നല്ലോ, സോണിയാഗാന്ധി, ഇന്ദിരാഗാന്ധി, ഇതൊക്കെ നമുക്ക് കണ്ടു വളർന്നല്ലേ. അന്നത്തെ കാലത്തുണ്ടായിരുന്ന ഭാരതമാണോ ഇപ്പോൾ നരേന്ദ്രമോദി സർക്കാർ ഭരിക്കുന്ന ഭാരതം? ഏതൊക്കെ ലെവലിൽ നമ്മൾ മുന്നേറിക്കഴിഞ്ഞു. ഇതൊക്കെ നോക്കൂ, ഇതൊക്കെ വെറും ഇലക്ഷൻ മുന്നോട്ട് കണ്ടിട്ടുള്ള വൻ പ്രഖ്യാപനങ്ങൾ മാത്രമാണ്. ഇതൊന്നും സാധാരണക്കാരനായ ഒരാൾക്ക് പോലും ഈ പ്രഖ്യാപനത്തിൽ ഒരു ഫലം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നാൻ കഴിയുന്നില്ല.